ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് കമൻറ്റിൽ ചോദിച്ചു ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള വീഡിയോയും കൂടെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ഒരുപാട് വലിച്ചു നിർത്താണ്ട് ഞാൻ 2 വീഡിയോ ഇട്ടിടാം. ഇപ്പം ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഫേസാണ്. ഫേസ് നിങ്ങൾ എത്രത്തോണ്ട് പ്രെപ്പ് ചെയ്യുന്നു അത്രത്തോണ്ട് നിങ്ങളുടെ മേക്കപ്പ് അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ബേസ് എപ്പോഴും ക്ലിയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഫൈനലിൽ ക്ലിയർ ചെയ്യാണ്ട് ബേസ് എപ്പോഴും നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം. ഇപ്പോൾ മിസറല വാട്ടർ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ക്ലെൻസ് ചെയ്തിട്ടാണെങ്കിലും ഫേസ് വാഷ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ വാഷ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഞാൻ പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾ റിസപ്ഷൻ മേക്കപ്പൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മുന്നേ ചെയ്ത മേക്കപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റും ഈവനിങ് ചിലപ്പോൾ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യണം എന്ന് തന്നെ പറയണം. പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ നിങ്ങൾ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ലിപ്പ് മാസ്ക് നിങ്ങൾ അവരുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് ഇടണം. എന്നിട്ട് ലാസ്റ്റ് ഇത് റിമൂവ് ചെയ്താൽ മതി. ഇത് അപ്ലൈ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ലിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ എല്ലാ മേക്കപ്പിനും വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. അല്ലാണ്ടുള്ള മോയ്സ്ചറൈസർ ഉണ്ട്, ഇവനുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് കൂടുതൽ എനിക്ക് റിസൾട്ട് തോന്നിയത് ഞാനത് പിന്നെയും വീഡിയോയിൽ എടുത്തെടുത്ത് പറയാൻ കാരണം കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് ഇവൻ തരുന്ന റിസൾട്ട് അത്രയും അടിപൊളിയാണ്. സെൻസിറ്റീവ് ടു ഡ്രൈ സ്കിന്നുകാർക്ക് എംബ്രോലൈസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ വളരെ നല്ലതാണ്. എനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ അറിയില്ല, അത്രയും ബെസ്റ്റാണ്. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി എടുക്കണം. അതായത് നിങ്ങൾ നോർമലി എടുക്കുന്ന മോയ്സ്ചറൈസറിനേക്കാൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2 മിനിറ്റ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രൈറ്റ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മസാജ് കൊടുക്കണം. 2 മിനിറ്റ് കുറഞ്ഞതിൽ നിങ്ങൾ മസാജ് കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ആ മേക്കപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് പിന്നെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിൻ്റെ ഈ ഒരു കൺസീലറാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവർ നല്ലൊരു കവറേജ് തരും. പിന്നെ ഇത് നിങ്ങൾ ഏത് സ്കിന്നിനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ പോലത്തെ അധികം അണ്ടർ ഐ ഡാർക്ക്നെസ് ഇല്ല എന്നാൽ കൺസീലർ ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന ഫേസ് ഉണ്ടാവില്ല അവർക്ക്. അതായത് ഒരുപാട് ഡാർക്ക്നെസ് ഇല്ല എന്നാൽ ഉണ്ട് താനും അവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ടാർട്ടിൻ്റെ ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുക. ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു മാക്ക്, അതല്ല എന്നുണ്ടെങ്കിൽ PAC. ഡെർമി ഉണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് PACയുടെ കൺസീലറാണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ആൻഡ് ഓപ്പൺ പോർട്സ് അത് വലിയൊരു പ്രശ്നമാണ്. ബ്രൈറ്റ്സിനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പിമ്പിൾസൊക്കെ വന്നിട്ട് ഓപ്പൺ പോർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് പ്രൈമറാണ്, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഫൗണ്ടേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും എല്ലാ ബ്രാൻഡും ഒരെണ്ണം വാങ്ങാൻ മാക്സിമം നോക്കും. എനിക്കിപ്പോൾ കുറേ ബ്രാൻഡൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ബ്രാൻഡുണ്ട്. അപ്പം നാസ്, മാക്ക് ഇതിൻ്റെ എല്ലാം ഞാൻ നല്ല ലൈറ്റ് ഷെയ്ഡും ആൻഡ് ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ ഞാൻ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാതും ഇപ്പോൾ നാസിൽ തന്നെ എല്ലാ ഷെയ്ഡും വാങ്ങണം എന്ന് നിങ്ങൾ അത് വേണ്ട. നിങ്ങൾക്ക് ഡാർക്കും പിന്നെ കുറച്ച് ലൈറ്റായിട്ടുള്ളതും വാങ്ങുക. പിന്നെ നമ്മൾ മിക്സിങ്ങിലാണ്, അത് നമ്മൾ പഠിച്ചേ പറ്റൂ. നമുക്ക് എക്സ്പീരിയൻസും നമ്മൾ പഠിച്ചോളും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫേവറേറ്റ്. പിന്നെ എസ്റ്റീ ലോഡറിൻ്റെ ഫൗണ്ടേഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങളിപ്പോൾ ഗ്ലാസ് സ്കിൻ മേക്കപ്പിന് നിങ്ങൾക്കിത് യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ക്ലിയർ സ്കിന്നുകാർ, അതായത് ഒരു പിമ്പിൾസ് പോലും ഇല്ല, ഒരു ഡാർക്ക് സ്പോട്ടൊന്നും ഇല്ലാത്ത ഒരു സ്കിന്നിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലെ പൗഡർ യൂസ് ചെയ്യാറില്ല, ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ മേലെയാണ് ഞാൻ മറ്റേ നമ്മുടെ ഹൈലൈറ്റർ ആണെങ്കിലും ബ്ലഷ് ആണെങ്കിലും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് വളരെ തിന്നായിട്ടുള്ള ഫൗണ്ടേഷനാണ്, ഒട്ടും തിക്കല്ല, വളരെ തിന്നായിട്ടാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒന്നും മിക്സ് ചെയ്യരുത്, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ആൻഡ് പിന്നെ ഞാൻ എന്താ പറയാമെന്ന്, ഗുച്ചി അപ്ലൈ ചെയ്യേണ്ടത് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്, മേക്കപ്പിൻ്റെ മുന്നേ ഒന്നുമല്ല. നിങ്ങളുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഹൈലൈറ്ററും ബ്ലഷും എല്ലാം ചെയ്തിട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾ ഗുച്ചി അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു ബാഡായിട്ടുള്ള
ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മേക്കപ്പ് നമുക്കിത് ഡെയിലി യൂസിന് പറ്റില്ല, എല്ലാ ബ്രൈഡ്സിനും ഇത് പറ്റില്ല. പറയാൻ കാരണം, നിങ്ങളുടെ ബ്രൈഡ് ഇപ്പോൾ AC ഹാളാണ് അല്ലെങ്കിൽ AC വെച്ചിട്ടാണ് കല്യാണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവനെ ഇടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ ഒലിച്ചു പോകാനും മേക്കപ്പ് ഇങ്ങനെ സ്പ്രെഡ് മീൻസ് ഇങ്ങനെ ഒഴുകി പോകണത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, നിങ്ങൾക്കത് പറ്റാതിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും ഗുച്ചിടുമ്പോൾ അവരോട് പ്രത്യേകം ചോദിക്കുക, ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചൂസ് ചെയ്യണവരോട് നിങ്ങൾ പ്രത്യേകം പറയുക ഇങ്ങനെ AC ആയിരിക്കണം എന്നുള്ളത്. പിന്നെ ബ്രൈഡ്സിനോട് എപ്പോഴും ഇതുപോലൊരു ഫാന് നിങ്ങളുടെ കയ്യിലും വേണം, ബ്രൈഡ്സിൻ്റെ കയ്യിലും ഇതുപോലൊരു ഫാൻ വേണം. ചില പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് നമുക്കിതിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ആൻഡ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് രീതിയാണ്. ഇത് ബിഗിനേഴ്സിനാണ്, എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല. മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വലിയ ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇത് അറിയണവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത്, ഇതുപോലൊരു ബ്രഷ് എടുക്കുക. ഈ ബ്രഷിൽ നമ്മളിപ്പോൾ ഇങ്ങനൊരു പാലറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങൾ കയ്യിലോ ഇതിലൊന്നും അപ്ലൈ ചെയ്ത്, എനിക്ക് ചെയ്ത മേക്കപ്പ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പഠിക്കാൻ പാടില്ല. എപ്പോഴും നമ്മളൊരു പ്രൊഫഷണലായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പാലറ്റ് എടുക്കുക. നിങ്ങൾക്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ. ഇങ്ങനെ വേണം ഫൗണ്ടേഷൻ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുക്കുക. ബ്ലെൻഡറും വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലൊരു ബ്രാൻഡിൻ്റെ ബ്ലെൻഡർ തന്നെ വാങ്ങാൻ നോക്കുക. ഇപ്പോൾ ഹുദ ബ്യൂട്ടിയൊക്കെ നല്ല ബ്ലെൻഡറാണിത്, ഹുദയാണ് തോന്നുന്നുണ്ട്. എന്നിട്ട് നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളത്തിൽ ഈ ഒരു ബ്ലെൻഡർ മുക്കി നന്നായി പിഴിഞ്ഞ് വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിൽ വേണം നമ്മളിത് പിഴിഞ്ഞെടുക്കാൻ. ആൻഡ് പിഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയും പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ആവാത്ത രീതി ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേക്കപ്പ് നല്ല രീതിയിൽ നല്ലൊരു ലുക്ക് ഫൈനലി തരുന്നുള്ളത് ഞാൻ തരുന്നൊരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത്രയും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും മേക്കപ്പിനെ പറ്റി എന്ത് ഡൗട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എപ്പോഴും നമ്മൾ ഇപ്പം ഞാനാണൊരു ക്ലയൻറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ കറങ്ങിയിട്ട് മേക്കപ്പ് ചെയ്യാൻ നോക്കരുത്. നമ്മൾ കറങ്ങാണ്ട് ബ്രൈഡിൻ്റെ വലത്തെ വശത്ത് വേണം നിങ്ങൾ നിൽക്കാൻ. ഇപ്പോൾ ഈ വശത്ത് വേണം നിങ്ങൾ നിന്നിട്ട് ഇവിടെ നിന്ന് വേണം നിങ്ങൾ എല്ലാ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ കണ്ണെഴുതുകയാണെന്നുണ്ടെങ്കിലും ബ്ലഷ് ഇടുകയാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ഇവിടെ നിന്ന് വേണം. ബ്രൈഡിൻ്റെ മുന്നിൽ പോവുക അല്ലെങ്കിൽ കറങ്ങി വരിക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ബ്രൈഡിനെ ലാസ്റ്റ് ഇപ്പോൾ ബ്ലഷൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും, ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ആയിട്ട് ഇടുക സമയത്ത് ബ്രൈഡ് നീച്ച് നിൽക്കുക, അവരെ നമ്മുടെ ഫ്രണ്ടിലോട്ട് നിർത്തിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയൊന്നും പോവാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ പഠിച്ച രീതി ഇങ്ങനെ എന്താ പറയുക, ഓർഡറിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ആ ഓർഡറിൽ തന്നെ നിങ്ങളൊരാൾക്ക് മേക്കപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പോൾ എനിക്ക് കറക്റ്ററിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് കറക്റ്റർ ഇടണം, നമ്മൾ പഠിച്ച രീതി അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് ഞാൻ പറയണത്. ഞാൻ പഠിച്ച രീതിയിൽ തന്നെ ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് അവസാനം ഇത് മേക്കപ്പ് കൂടിപ്പോയല്ലോ, അല്ലെങ്കിൽ ഇതെന്താ വേറൊരു സ്കിൻ ടോൺ ആയല്ലോ, അവരുടെ സ്കിൻ ടോൺ മാറിയല്ലോ എന്നുള്ളൊരു സാധനമൊക്കെ എനിക്ക് തന്നു. അപ്പോൾ നമ്മൾ പഠിച്ച രീതിയിൽ മാത്രമേ മേക്കപ്പ് ചെയ്യാവൂ എന്നുള്ള കാര്യം തന്നെ നിങ്ങൾ ആദ്യം മാറ്റിയാൽ നിങ്ങളുടെ മേക്കപ്പ് അടിപൊളിയാവും. അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ സ്കിന്നിൽ എന്താണോ ആവശ്യം എന്നുണ്ടെങ്കിൽ അത് മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ മേക്കപ്പ് ഒരു എന്താ പറയുക, ഹെവി അല്ലാണ്ട് ഒരു ഗ്ലാസ് എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഹെവി അല്ല, അവരുടെ സ്കിൻ ടോൺ മാറ്റാത്ത രീതിയിലുള്ളൊരു മേക്കപ്പ് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ കോണ്ടോറാണ്. ഈ പ്രൊഡക്റ്റ് അല്ല ഇത്, പിന്നെ ജസ്റ്റ് എൻ്റെ കോണ്ടോർ ഇല്ല, അതാണ് സത്യം. ഞാൻ കോണ്ടോർ ചെയ്യാറില്ല, ഒരു ബ്രൈഡ്സിനും ഞാൻ കോണ്ടോർ ചെയ്യാറില്ല. കാരണം ഇതൊക്കെ പണ്ടത്തെ മേക്കപ്പിലാണ് ഈ കോണ്ടോറും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് ഇവിടെ ഫാറ്റൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അതുകൊണ്ട് ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. കാരണം എങ്ങനെയാണ് നിങ്ങളുടെ ബ്രൈഡ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പം നമ്മൾ റെഫറൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും, ബ്രൈഡിൻ്റെ ഫോട്ടോ ചോദിക്കും, കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ അവിടെ പോയാൽ നമ്മൾ ബ്രൈഡിനെ കാണുള്ളൂ. അപ്പോൾ ഒരെണ്ണം നിങ്ങൾ ജസ്റ്റ് കയ്യിൽ വെക്കുക.
പക്ഷേ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മൾ പഠിച്ച രീതിയിൽ ചിലപ്പോൾ ഇവിടെ 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 ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യേണ്ട. നമ്മുടെ ഫൈനൽ ലുക്കിൽ നമുക്കതൊരു ഭംഗിയില്ലാണ്ട് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. പക്ഷെ കൊണ്ടുപോകുമ്പോൾ നമ്മളെല്ലാം കൊണ്ടുപോകുക. എല്ലാ പ്രൊഡക്റ്റും നമ്മൾ കയ്യിൽ വയ്ക്കുക. ചിലപ്പോൾ അവിടെ പോയി നമുക്ക് വേറെ മേക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, മേക്കപ്പിനെ പറ്റിയിട്ടുള്ള എന്ത് ഡൗട്ട് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഇനിയിപ്പോൾ പൈസയുടെ ഇഷ്യൂ ഒക്കെ കാരണം നിങ്ങൾ മേക്കപ്പ് പഠിക്കാതിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളിങ്ങനെ മേക്കപ്പ് പഠിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് മേക്കപ്പ് പഠിക്കരുത്. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ട് നിങ്ങൾ മേക്കപ്പ് പഠിക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഒരു ബേസ് എടുക്കുക. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ChatGPT എടുത്താണെങ്കിലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണെങ്കിലും നിങ്ങളൊരു മേക്കപ്പിൻ്റെ ഒരു ബേസ് എടുത്തതിന് ശേഷം നിങ്ങൾ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക. നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളൊരു ബേസ്. നമുക്ക് എവിടെ പോയാലും ബേസേ കിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് സ്കിന്നോ അതോ ഇതൊന്നും പറഞ്ഞിട്ട് നമുക്ക് കിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ബേസേ തരുള്ളൂ. ആ ബേസ് നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ChatGPT അല്ലെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നോക്കി പഠിച്ചതിന് ശേഷം നിങ്ങളൊരു വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക. ഈ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് നോളജ് കിട്ടും. നമുക്ക് എപ്പോഴും വേണ്ടത് പ്രൊഡക്റ്റ് നോളജാണ്. പ്രോഡക്റ്റ് നോളജ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാനും അതുവഴി വരുമാനം ഉണ്ടാക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് പഠിക്കാൻ പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വലിയൊരു അക്കാഡമിയിൽ പോയി പഠിക്കണം അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പിന്നെയും പറയുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾ ബേസ് എടുക്കുക. അതിനുശേഷം നിങ്ങളിപ്പോൾ വികാസ് സാറിൻ്റെ അല്ലെങ്കിൽ രഞ്ജമ്മയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ആർട്ടിസ്റ്റാണ്, ഇപ്പോൾ പാർവതി രാജാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ എല്ലാം സെപ്പറേറ്റ് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഹെയറൊക്കെ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ കിട്ടിയില്ലെന്നൊരു, പക്ഷേ സ്കിന്നുള്ളവർക്ക് പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് കോഴ്സ് എടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഹെയർ, സ്കിന്ന്, അതിൽ തന്നെ മറ്റേ പ്രീ ബ്രൈഡൽ വർക്ക്, സാരി ഡ്രൈപ്പിംഗ്, അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ഇതെടുക്കാണ്ട് എല്ലാം സെപ്പറേറ്റ് ഏതാണോ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലാസ് അതിൽ പോയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ മേക്കപ്പ് പഠിക്കാൻ പോവാൻ തീരുമാനിച്ചവർക്കും ഈ ഒരു വീഡിയോ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക. എപ്പോഴും പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. ഇപ്പോൾ നിലവിൽ ഏത് പ്രൊഡക്റ്റാണോ ഇറങ്ങുന്നത് വെച്ചാൽ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിരിക്കുക. നമ്മുടെ ക്ലയൻസ് പണ്ടത്തെ പോലെയല്ല, അവർ ഭയങ്കര പ്രൊഡക്റ്റ് നോളജ് ഉള്ള ആൾക്കാരാണ്. ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ അറിയണം. അങ്ങനെ പറയാൻ അറിയാത്ത പക്ഷം നമ്മളൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പോൾ നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഇത് വരാൻ പാടില്ല. നമുക്ക് എല്ലാത്തിനെ പറ്റിയിട്ട് നമ്മൾ ബേസ് എടുത്തിരിക്കണം. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ ചെയ്യുക, ChatGPT ചോദിക്കുക, മലയാളത്തിൽ ചോദിക്കുക, ഇംഗ്ലീഷിൽ ചോദിക്കുക, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ചോദിച്ചാൽ അവർ നമുക്ക് റിപ്ലൈ തരും. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങൾക്ക് ആ ഒരു ലുക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കുറവാണ്, നിങ്ങൾ നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ മിസ്റ്റേക്ക്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മേക്കപ്പ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഞാൻ എടുത്ത് പറയണം, നിങ്ങൾ ഒരു അക്കാഡമിയിലും പോയിട്ട് പഠിക്കണ്ട. നിങ്ങൾ ബേസ് എടുത്തതിന് ശേഷം വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും വളരട്ടെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ വർക്കിങ്ങുള്ളതായ അടുത്ത വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ ഞാൻ അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഫൗണ്ടേഷൻ, അതുപോലെ മോയ്സ്ചറൈസർ ആണെങ്കിലും പ്രൈമർ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ലിപ്പ്, നമ്മൾ ഏതൊരു ലിപ്സ്റ്റിക് ഇട്ടാലും അവസാനം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർക്കൊക്കെ ഇത് നല്ല യൂസാണ്. അപ്പോൾ ഞാൻ ബേസ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഈ ബേസ് ശരിയായ രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.